ഹലോ ഗായ്സ്, ഇന്ന് നമുക്കൊരു അടിപൊളിയായിട്ട് ഒരു ഹൈബ്രിഡ് ബൊഗൈൻവില്ല കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയ ഒരു കഥ കൂടി ഒന്ന് പറഞ്ഞു തരാമെന്ന് കരുതി. 2 ദിവസം കൊറിയർ ഓഫീസ് കിടന്നതാണ്. ഇയാൾ ജീവനോടെ ഉണ്ടായില്ല എന്നൊന്നും വലിയ ഐഡിയ ഇല്ലാതാണ് നമ്മളിത് പൊളിക്കാനും കാര്യങ്ങൾ നിന്നത്. കാരണം ഇത് വന്ന് അന്ന് നമുക്കിത് കൊറിയർ ഓഫീസിൽ നിന്ന് എടുക്കാൻ പറ്റിയില്ല, കാരണം നമ്മൾ വീട്ടിലില്ലായിരുന്നു. സങ്കടമുണ്ട്, പക്ഷെ കേട് വരുമെന്നുള്ളൊരു ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് പൊളിക്കുമ്പോഴൊന്നും ഒരു സമാധാനമില്ലാതെ പൊളിച്ചതാണ്. കാരണം അതങ്ങാനും ചീഞ്ഞ് എന്തെങ്കിലും ചെയ്ത ഒരു ഹൈബ്രിഡ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബൊഗൈൻവില്ലയാണ്. റൂബി റെഡ് എന്ന് പറഞ്ഞ ഐറ്റമാണ് ഇതിലുള്ളത്. എങ്ങനെയെങ്കിലുമൊക്കെ കുത്തി തെളിച്ച് പൊളിച്ചട്ടെ വിചാരിച്ചുകൊണ്ടാണ് വേഗം കത്രികയും കാര്യങ്ങളൊക്കെ എടുത്തുകൊടുന്ന് വേഗം ക്ഷമല്ല കിട്ടിയ പട കയ്യിൽ ഓഫീസിൽ നിന്ന് വേഗം വാങ്ങി കൊടുന്ന് വേഗം പൊളിച്ചത് നോക്കിയതാണ്. നമ്മൾ റൂബി റെഡ് എന്നത് എങ്ങനെ കിട്ടിയതെന്ന് ചോദിച്ചാൽ ഒരു ഒരു യൂട്യൂബ് ഇതേമാതിരി ബൊഗൈൻവില്ല സെയിൽ ചെയ്യുന്ന ആളടുത്തു നിന്നാണ് നമുക്കിത് കിട്ടിയിരിക്കണത്. ഒരു സെഹർ ഗാർഡൻ എന്ന് പറഞ്ഞ ഒരു ടീമിൻ്റെ കയ്യിൽ നിന്നാണ്. ഒരു യൂട്യൂബ് ചാനലുണ്ട് സെഹർ ഗാർഡൻ എന്ന് പറഞ്ഞാൽ, അവർ ബൊഗൈൻവില്ല സെയിലും കാര്യങ്ങളൊക്കെ ചെയ്യണതാണ്. അങ്ങനെ അവരൊരു ചെറിയൊരു ഗിവ് അവേ പോലെ കൊടുത്തിട്ടുണ്ട്. അവരുടെ വീഡിയോൻ്റെ ഇടയിൽ കമൻ്റ് ഇട്ട് ഏറ്റവും കൂടുതൽ കമൻറ്റിന് ലൈക്ക് കിട്ടുന്ന ആൾക്ക് ചെടി കൊടുക്കണമെന്നാണ് അവർ ചെയ്തൊരു ഓഫർ ഉണ്ടായിരുന്നു. ഇത് റൂബി റെഡാണ്. കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റൊക്കെ തന്നെ ഉണ്ടാകും. നമ്മൾ വിചാരിച്ചത്ര സീനൊന്നുമില്ല. നല്ല ഹെൽത്തി, നല്ല തെളിഞ്ഞിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. നമ്മളൊന്നും ചെയ്തിട്ടില്ല. പൊട്ടിച്ചതേ മറിയ ചെറിയൊരു കമ്പനി ഒരു ഒടിവ് വന്നിട്ടുണ്ട്. പാക്കിങ് ചെയ്തപ്പോൾ പറ്റിയതൊക്കെ അത്ര ഹെൽത്തി ഒന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ച ഈ ചെടി പോയിട്ടുണ്ടാവുന്നു. കാരണം നമ്മൾ കൊറിയർ അന്ന് നമുക്കത് എടുക്കാൻ പറ്റില്ല, കാരണം നമ്മൾ വീട്ടിലില്ലായിരുന്നു. കാരണം ഒരു 2 ദിവസം മുമ്പത്തെ അയച്ചിട്ടാണ് നമുക്ക് പിറ്റേന്നാണ് നമുക്ക് ചെടി കിട്ടൽ. 2 ദിവസം ഒരു ദിവസം അയച്ച് പിറ്റേന്നാണ് നമുക്ക് കൊറിയർ ഓഫീസിൽ വരൽ. അവിടുന്ന് പിന്നെ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അന്ന് അവിടെ ഇട്ട് പിറ്റേന്ന് രാവിലെ നമ്മൾ എടുത്തതാണ്. അങ്ങനെ അവരൊരു ഗിവ് അവേ ചെയ്തിരുന്നു. പക്ഷേ ഗിവ് അവേ ഫസ്റ്റ് കിട്ടുന്ന ആൾക്ക് മാത്രമേ അവർ ചെടി പറഞ്ഞിട്ടുള്ളായിരുന്നു ആ ചാനൽ വീഡിയോയിൽ. ഒരു 2 ദിവസം സമയമുണ്ട് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആൾക്ക്. നമ്മളൊരു വീഡിയോൻ്റെ അടിയിൽ ഒരു കമൻ്റ് ഇടുക, കമൻറ്റിന് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആൾക്കെന്നാണ് അവർ സ്പോൺസർ ചെയ്തിരുന്നത്. പക്ഷെ നമ്മൾ അന്ന് ലാസ്റ്റ് ഒരു പറഞ്ഞ 3 ദിവസത്തിൽ 3-ാമത്തെ ദിവസം ഒരു ഏകദേശം ഒരു 10 മണിയൊക്കെ ആവോളം നമ്മളായിരുന്നു മുന്നിലിട്ടാ. ചില്ലറ ഇടങ്ങറൊന്നുമല്ല. നമുക്ക് വേണ്ടപ്പെട്ട ആൾക്ക് മുഴുവൻ അയച്ചു കൊടുത്തിട്ട് ലൈക്ക് ചെയ്യാൻ പറയണം, നമ്മുടെ കമൻറ്റിന് ലൈക്ക് ചെയ്യാൻ പറയണം, വീഡിയോയിൽ കാണും വേണം പറഞ്ഞാൽ കുറച്ചൊക്കെ ഒരു അധ്വാനമുണ്ട്. പക്ഷേ പിറ്റേന്ന് രാവിലെ എണീറ്റപ്പോൾ തൊട്ട് മുന്നിൽ 125 ലൈക്കറ്റേ തോന്നണത്. ഒരു ഹിബ പറഞ്ഞ ആൾ. നമ്മൾ ആകെ സങ്കടപ്പെട്ടിട്ടാണ്. ഇത്രയും മനക്കെട്ടിട്ട് ഒരു ചെടിയൊന്നും കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു ചെറിയൊരു സങ്കടം. ഇത് മാത്രമാണ് അതിൽ പോകുന്ന ഇലകളും പൂക്കളും. റൂബി റെഡ് ഈ ഫോണിൽ കാണുന്ന മാതിരില്ല, ശരിക്കും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലവറാണ് കേട്ടോ. ബീട്രൂട്ടിൻ്റെ കളറ് പറയുമ്പോൾ തന്നെ നല്ല അതുപോലെ ഉണ്ട്. എന്നിട്ട് അന്ന് ഭയങ്കര സങ്കടമായി, നമുക്ക് കിട്ടില്ലല്ലോ, അങ്ങനെ അവർ കൊണ്ടുപോയല്ലോ എന്നുള്ളതൊക്കെ. എടുക്കാൻ പോകണം നമ്മൾ കുറച്ച് ബാക്കിലായിരുന്നു അവരുണ്ടായിരുന്നു. പിറ്റേന്ന് നേരെ വെളുത്തപ്പോഴാണ് അവർ 125 ലൈക്കും നമുക്ക് 105 ലൈക്കും മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞ് അടുത്ത വീഡിയോ ഇട്ടപ്പോൾ നമ്മൾ ജസ്റ്റ് കാണുന്ന പോലെ ബൊഗൈൻവില്ലിൻ്റെ വീഡിയോ കാണണമല്ലോ, അതുപോലെ കണ്ടപ്പോഴാണ് നമുക്ക് അന്തം വിട്ടുപോയി. അത്രയും സർപ്രൈസാണ്. ഇതിൽ തന്നെ കണ്ടില്ലേ, ഒരു തൈയല്ല 2 തൈയാണ് നമുക്ക് അവർ അയച്ച് തന്നിട്ടുള്ളത്. ഒന്ന് ഏകദേശം വലിയൊരു അത്യാവശ്യം അതായത് ഇലകളൊന്നും അങ്ങനെ പൊന്തിയിട്ടില്ലെങ്കിലും തിരക്കടില്ലാത്ത ഒന്നും അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റാണ്, വലിയ പ്ലാന്റാണ്. ഒന്ന് ചെറിയ കുഞ്ഞു പ്ലാന്റുമാണ് കേട്ടോ. രണ്ടും കൂടി ഒരുമിച്ചാണ് അയച്ചിരിക്കുന്നത്. അങ്ങനെ പിറ്റേന്നത്തെ വീഡിയോയിലുണ്ട് നമുക്ക് 2 പേർക്കാണ് അവർ അയക്കണത് എന്നുള്ളത്. അത് കേട്ടപ്പോണ്ടല്ലോ ഒരു പ്രത്യേക ഒരു ഫീലിങ്സാണ് കേട്ടോ. പിന്നെ റൂബി റെഡ് എന്നാൽ അങ്ങനെ പൊതുവേ ഏകദേശം നല്ല റേറ്റ് ഉണ്ട്. ചിലർക്ക് 600 രൂപയിൽ കുറഞ്ഞതൊന്നും ഇത്ര വലുപ്പമുള്ള തൈനൊന്നും ആരും കൊടുത്തിട്ടില്ല. അത് 2 ചെറിയ കുഞ്ഞു തൈകളുണ്ട്. ഇതിമൊന്നും ആകെ ഇത്രേ പോന്നിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റി നടാമെന്ന് കരുതി ഇത്രയും മണ്ണിൽ മാത്രം, മണ്ണ് വേറെ വളവും കാര്യങ്ങളൊന്നും ചേർത്തിട്ട് നമ്മൾ ജസ്റ്റ് മണ്ണിൽ ഇങ്ങനെ പോട്ട് ചെയ്ത് വെക്കണമെന്നുള്ളൂ. അങ്ങനെ അവർ പറയുന്നുണ്ട് അങ്ങനെ ഒരാൾക്ക് മാത്രമായിട്ട് കൊടുക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ ഇത്രയും അധ്വാനം എടുത്ത് ഇത്ര 105 ലൈക്കൊക്കെ വാങ്ങാൻ വെച്ചില്ല. നമ്മൾ അധ്വാനം അവർ കണ്ടിട്ടുണ്ട്. അത്രയും സന്തോഷം തോന്നിയിട്ടാ. കാരണം ഇതിന് ഞാൻ പിന്നെ പറയാം, കൊറിയർ ചാർജോ ഒന്നും അവർ വാങ്ങിയിട്ടില്ല. 1 രൂപ പോലും വാങ്ങിയിട്ടില്ല. ഇനി എന്താണ് കൊറിയർ ചാർജ് കാര്യങ്ങളൊന്നും ചോദിച്ചുകൊണ്ട് ആരും വരണ്ട. കാരണം വാങ്ങിയിട്ടില്ല. 1 രൂപ അയക്കണ നമ്മളടുത്തുനിന്ന് അഡ്രസ്സ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അഡ്രസ്സ് വാങ്ങി അതേപോലെ നമുക്ക് അയച്ചു തന്നു. ജസ്റ്റും
പോട്ട് ചെയ്ത് കാര്യം നമ്മൾ ഇനി നല്ലൊരു തണലുള്ള ഏരിയക്ക് വെക്കണമെന്നുള്ളൂ. നല്ലൊരു സെല്ലറാണെന്ന് പറയാം. എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു ഒപ്പീനിയനാണ്. കാരണം നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണം, ആരും ചോദിച്ചാനോ പറയാനോ ഒന്നും വരില്ല. ഒരു ചെറിയൊരു കുഞ്ഞ് തൈയൊക്കെ കൊടുത്താൽ ആരും ഒന്നും പറയില്ല. ഇത് 2 തൈയായിട്ടാണ് നമുക്ക് തന്നിട്ട്, ആ രണ്ടും ഒരുപോലെ നമ്മൾ ഇളക്കാതെ മണ്ണ് പോലെ നമ്മൾ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ജർഗാർഡൻ എന്ന് പറഞ്ഞാൽ ആൾക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ താങ്ക്സ് കൊടുക്കുന്നുണ്ട്. കാരണം രണ്ടാൾക്ക് കൊടുക്കും, പറഞ്ഞ ആൾക്ക് വാക്ക് പാലിച്ചാൽ മാത്രം മതിയല്ലോ. പക്ഷെ അവർ നമുക്ക് 2 പേർക്കും തന്നിട്ടുണ്ട്. നമ്മളാണ് തൊട്ട് സെക്കൻഡായിട്ട് വന്നിട്ടുള്ള ആൾ. നമ്മുടെ കുഞ്ഞു ബൊഗൻവില്ലകളൊക്കെ ഇതൊക്കെ ഇത്രയും പൂട്ടിക്കാൻ ഒരേ ഒരു കാരണമുള്ളൂ കേട്ടോ, നമ്മുടെ ഉമ്മ കേട്ടോ. പക്ഷെ ഇത് നല്ല ഫുൾ ടൈം നനച്ച് നല്ല രീതിയിൽ നോക്കുന്ന കാര്യങ്ങൾ നമ്മൾ നട്ട് വെക്കണം, വളമും കാര്യം ചേർത്തണോ എന്നുള്ളൂ. പക്ഷെ ഇതിൻ്റെ മെയിനായിട്ട് വെള്ളം ഡെയിലി ഒഴിച്ചു കൊടുക്കുന്ന ആളുമാണ്. നമ്മളിവിടെ വീട്ടിലുണ്ടായിക്കോളണം എന്ന് വെച്ചാൽ നമ്മൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ, ഇത് നമ്മുടെ വീട്ടിലാണ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് നമ്മളധികം ഉണ്ടാവില്ല. ആഴ്ചയിൽ ഒരിക്കൽ എന്നാലും നമ്മൾ ചെടി കാണാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരലുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു കാര്യം പൊട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരലുണ്ട്. നമ്മൾ ഏറ്റവും തണലുള്ള ഏരിയയിൽ നല്ല നനവ്, അതായത് വെള്ളം ഒഴിച്ച് അടിയിൽ കൂടെ വെള്ളം പോകണ കോലത്തിലൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഇനി 2 ദിവസത്തിന് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ആ കോലത്തിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് തന്നെ മറ്റും ഫ്ലവർ ഇട്ടിട്ടുണ്ട്. നമ്മളടുത്തിപ്പോൾ 3ാമത്തെ വെറൈറ്റിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമ്മൾ അടർന, മഹാറാണി, ഇപ്പോൾ റൂബി റെഡ്. നമുക്കിനി ഇങ്ങനെ ഓരോന്ന്